സ്വർഗസ്ഥനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. പിശാചിൻ്റെ തന്ത്രത്തെ പൊളിക്കുവാൻ ഇസ്രായേലിൻ്റെ ദൈവം എൻ്റെ ഉള്ളിലും ആത്മാവിനെ പകർന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. 2000 വർഷങ്ങളായി പിശാചിനെ കാൽവറിയിൽ തോൽപ്പിച്ച കർത്താവിനെ അനുകരിക്കുക. പിതാവുള്ളവന് പുത്രനുണ്ട്, പുത്രനുള്ളവന് പിതാവുമുണ്ട്. പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് പുത്രനുണ്ട്. ഈ കൽപ്പനകൾ അനുസരിക്കാത്തവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പുതിയൊരു കൽപ്പനയും ഇതുവരെ കേൾക്കാത്ത ശബത്തെന്ന ഒരു സ്വസ്ഥതയുണ്ടെന്നുമൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇവൻ എന്ത് തേങ്ങാക്കൊലയാണ് പറയുന്നത്, ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് വിചാരിക്കുന്നവർക്ക് ഉള്ളതല്ലിത്. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നവരും ദൈവഭയമുള്ളവർക്കും ദൈവത്തെയാണ് വേണ്ടിയതെങ്കിൽ, ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വേണ്ടിയെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലമാണിത്. നോഹയുടെ കാലം പോലെയും സോദോം ഗോമോറിൻ്റെ കാലം പോലെയൊക്കെ സംഭവിക്കാൻ പോകുന്നു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലൊന്നും ആയിത്തീരാതെ എല്ലാവരും വചനങ്ങൾ വായിച്ച് അതിനെ സ്വീകരിക്കുന്നവരായി മുൻപോട്ട് പോകുവാനാണ് എല്ലാവരോടും ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ, പിതാവ് തന്നിരിക്കുന്ന കൽപ്പന, പുത്രൻ പറഞ്ഞിരിക്കുന്ന പിതാവുള്ളവന് പുത്രനുമുണ്ട്, പുത്രനുള്ളവന് പിതാവുമുണ്ട്. അപ്പോൾ ആദ്യം മുതലേ തന്നിരിക്കുന്ന കൽപ്പനകൾ നമ്മൾ അനുസരിക്കുക തന്നെ വേണം. ഒരു ഉടായിപ്പിലങ്ങ് ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നടന്ന് ആ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ തിന്നുകുടിച്ച് കാലം കഴിഞ്ഞു പോകുന്നു. പക്ഷെങ്കിൽ അവരവരുടെ മനസ്സിൽ, അവരവരുടെ ഹൃദയത്തിൽ തോന്നുന്നത് പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു, നടക്കുന്നു. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണ്? മനുഷ്യന് ഈ ഭൂമിയിൽ കോടാനുകോടി വർഷം ജീവിച്ചാലും തീരാത്ത ഒരാത്മാവാണ് ഉള്ളിലിരിക്കുന്നത്. ആത്മാവിന് മരണമില്ല. അത് നിത്യജീവനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആ നിത്യജീവനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥകളൊക്കെ പാലിക്കണം, കൽപ്പനകൾ അനുസരിക്കണം. ഈ കൽപ്പനകൾ അനുസരിക്കാതെ ആരും തന്നെ ആ ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥ, ആ പദ്ധതി, അല്ലെങ്കിൽ ആ നിത്യജീവൻ, അതിലേക്ക് പ്രവേശിക്കുവാൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു പ്രവൃത്തിയിലും ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാകുക. ഈ കാലഘട്ടത്തിൽ ദുഷ്പ്രവൃത്തികൾ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടമാണ്. നോഹയുടെ കാലത്ത് ദുഷ്പ്രവൃത്തി കാരണം
ആ കാലഘട്ടത്തെ ദൈവം നശിപ്പിച്ചു. അതിനെക്കാട്ടിലും ഉപരിയായി ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ ദുഷ്പ്രവൃത്തി കാരണം ഈ ലോകത്തിൻ്റെ പോക്കും ഇസ്രായേലിൽ യുദ്ധവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത് കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി കൂടുതലായിട്ട് ഈ ലോകത്ത് മുൻപോട്ട് പോകുവാൻ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ദുഷ്പ്രവൃത്തി കാരണം ഈ ലോകം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ക്രിസ്ത്യാനികളായാലും ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഈ ഇസ്രായേലിൻ്റെ ദൈവത്തോട് അടുത്ത് വരുവാൻ ആ ദൈവപുത്രനിലൂടെ ആ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ലോകം മുഴുവനും ആ പാപങ്ങൾക്ക് പരിഹാരം വന്നു. യഹൂദന്മാരുടെ പാപങ്ങൾ നിമിത്തം അവരെ മോചിപ്പിക്കാൻ കർത്താവ് വന്നതിനോടുകൂടി ആ ക്രൂശീകരണത്തോടെ ലോകം മുഴുവനും പാപങ്ങൾക്ക് പരിഹാരം വന്നു. ഇപ്പോൾ നമ്മൾ ഈ ദൈവത്തെ, ഈ ദൈവപുത്രനിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് പുതിയൊരു സൃഷ്ടിയാകുക. നേരത്തെ ജഡത്തിൽ നിന്നുകൊണ്ട് ജഡത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു, സകല ദുഷ്പ്രവൃത്തികളും ചെയ്തു, സകല രീതിയിലും നടന്നു, ദൈവമില്ലാത്തവരുടെ കൂട്ട് നടന്നു, ഇസ്രായേലിൻ്റെ പൗരത്വമില്ലാതെ നടന്നു, ദൈവമില്ലെന്നും വാഗ്ദത്തങ്ങൾക്കൊന്നും അവകാശികളും അല്ലായിരുന്നു. ഇപ്പോൾ ആ ദൈവപുത്രനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഇസ്രായേൽ, ആ യഹൂദ ഗോത്രത്തിൽ കൂടെ ഉള്ളിലോട്ട് പ്രവേശിക്കുവാൻ നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഏത് സമയവും നമ്മുടെ ഏതാവശ്യങ്ങളും നിറവേറ്റുവാൻ കഴിവുള്ള ആ ദൈവത്തോട് നമ്മൾ നേരിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ആ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാവരും തയ്യാറാകും. ആത്മാവിനെ കളയാതെ നിത്യജീവൻ പ്രാപിക്കുക. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ബൈബിളിലുടനീളം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളെന്ന് പറയുമ്പോൾ നിത്യജീവനാണ്. ഈ ലോകത്ത് എന്തെല്ലാം നേടിയാലും ആത്മാവിനെ കളഞ്ഞാൽ എന്ത് പ്രയോജനം? ഈ ലോകത്തെ വലിയ കാര്യങ്ങളൊക്കെ നേടി വാടുന്ന കിരീടം പ്രാപിച്ചിട്ട് എന്ത് പ്രയോജനം? ദൈവം അവിടെ ജയിക്കുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ എല്ലാവരും തയ്യാറാകുക. സഭകളിൽ പോയി കുത്തിയിരുന്ന് അവർ പഠിപ്പിക്കുന്നതും കേട്ട് വീട്ടിൽ വരുന്നു, വചനങ്ങൾ വായിക്കുന്നില്ല, അല്ലെ ദൈവം എന്താണെന്ന് അറിയുവാൻ ശ്രമിക്കുന്നില്ല. ദൈവത്തോട് അടുത്ത് ചെല്ലുക, ആ ദൈവം നമ്മളെ രക്ഷിക്കും. ഈ ലോകത്തെ രക്ഷ അല്ല നമുക്ക് വേണ്ടിയത്. ഈ ലോകത്ത് അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഒരു രോഗം മാറിയാലും അടുത്ത രോഗം വരും. ഒരാശുപത്രികളിൽ കയറിയാലും ഓരോ ആശുപത്രികളിൽ ഓരോ അസുഖങ്ങൾക്കും കയറുന്നു ഇറങ്ങുന്നു. അവർ പണമുണ്ടാക്കുന്നു. എന്തെങ്കിലും ഒരു അസുഖം വന്നു വേണമല്ലോ മനുഷ്യൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാൻ. അപ്പോൾ അതിനുവേണ്ടി, ആ രോഗം മാറുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഈ ലോകത്തെ താൽക്കാലിക ജീവിതമാണ്. ഇപ്പോൾ ചെറുപ്പക്കാരാണ് കൂടുതലും മാറ്റപ്പെടുന്നത്. അപ്പോൾ ഈ മാറ്റപ്പെടുന്നതിന് മുമ്പ്
ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുക, കൽപ്പനകൾ അനുസരിക്കുക, ദൈവം എന്താണെന്ന് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. പിശാചിൻ്റെ തന്ത്രം ഇസ്രായേലിൽ നിന്നും വന്നിരിക്കുന്ന വചനങ്ങൾക്ക് വ്യത്യാസമായി സകലതും പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. ഞായറാഴ്ച ദിവസം ഒരു ആരാധന, ഞായറാഴ്ച ദിവസം ചിലർ പറയും സ്വസ്ഥത ഞായറാഴ്ചയാണെന്ന്. ആലയത്തിൽ പോകുന്നവർക്ക് പോകാൻ, അതും ആലയത്തിൽ പോകുന്നവരും പോയിട്ട് വന്നു കഴിയുമ്പോൾ പല പ്രവൃത്തികളും ചെയ്യുന്നു. ഒരു സ്വസ്ഥതയില്ലാതെ മനുഷ്യൻ പല പണികളും ചെയ്യുന്നു, ജോലികളിൽ അകപ്പെടുന്നു. പക്ഷെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയൊക്കെ ബൈബിള് വായിക്കുമ്പോൾ മനസ്സിലാവും. ശനിയാഴ്ച ദിവസമാണ് സ്വസ്ഥത. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെന്ന് തന്നെയാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. ഈ 10 കൽപ്പന അനുസരിക്കുവാൻ ദൈവം തന്നിരിക്കുന്നതാണ്. അതിനെ മാറ്റിക്കൊണ്ട് പിശാചിൻ്റെ തന്ത്രത്തിൽ കുടുങ്ങി ഞായറാഴ്ച ദിവസത്തെ എടുത്ത് വെച്ച് ആരാധിച്ച് ആ ദിവസത്തെ മാനിക്കുന്നു. പക്ഷെങ്കിൽ ആരും തന്നെ ഇത് അനുസരിക്കുന്നില്ല. അന്ന് എന്തെല്ലാം ജോലികളുണ്ടോ അതെല്ലാം ചെയ്യും. എവിടൊക്കെ പോകാമോ അവിടെ എല്ലാം പോകും. യഹൂദന്മാരെ നോക്കി പഠിക്കണം. അവർ 1 രൂപ പോലും കൊടുക്കുവാങ്കിലോ ഒരു ജോലിയോ അങ്ങനെ മറ്റു കാര്യങ്ങളോ ഇല്ല. ഏത് രാജ്യത്ത് പോയാലും ആ സ്വസ്ഥത, ആ ശനിയാഴ്ചത്തെ ദിവസത്തെ ആ കൽപ്പന അവർ പാലിക്കുന്നു. ക്രിസ്ത്യാനികൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല, പഠിപ്പിച്ചു കൊടുക്കുന്നുമില്ല. എല്ലാം അങ്ങനെ കുറേ പണം ഉണ്ടാക്കുന്നു, കുറേയൊക്കെ പാവങ്ങൾക്ക് സഹായം ചെയ്യുന്നു. ആ രീതിയിൽ ഇങ്ങനെ പോകുന്നു. പക്ഷെ ഒരു പ്രവൃത്തിയാലും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ദൈവത്തെ അറിയുന്നവർക്ക് മനസ്സിലാകും ആരെ സഹായിക്കണം. ദൈവാത്മാവ് അവൻ്റെ ഉള്ളിൽ കൊടുക്കും സഹായിക്കേണ്ടിയവരെ സഹായിക്കാനും. ഈ ലോകത്ത് അനേകർ വചനങ്ങൾ പറയുന്നു. ദൈവം ആക്കി വെച്ചവരുണ്ടെങ്കിൽ വചനം പറയുന്നത് ചുരുക്കം ചില ആൾക്കാർക്ക് വചനം പറഞ്ഞാൽ മതി. ഇപ്പോൾ അനേകർ വചനങ്ങൾ പറയുവാൻ ബൈബിളിലെങ്ങും പറയുന്നില്ല. ദൈവത്തിൻ്റെ പുത്രൻ വന്നതിനോടുകൂടി സകലതും നിവർത്തിയാക്കി. ഇനി ആ പദ്ധതി എന്താണെന്ന് അവരവർ മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോവുക അത്ര വേണ്ടത്. പുതിയതായിട്ടൊരു പദ്ധതിയോ ഒരു പ്രവചനമോ ഒന്നും വരേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.